എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ തേങ്ങയില്ല മോരുകറിയാട്ടോ. ചില ദിവസങ്ങളിൽ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ ഈ ഒരു മോരുകറിയും ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലുണ്ടല്ലോ സുഖമായിട്ട് ഉണ്ണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഇനി നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കടുക്. അത് നന്നായി പൊട്ടി വന്ന ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 4-5 കപ്പലമുളക്, 1/2 കപ്പ് ചെറിയ ഉള്ളി, അത് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ചെറിയുള്ളി ഇടുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ ഇടാൻ വിട്ടുപോയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അതും ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് 2 പച്ചമുളക് ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം കേട്ടോ, ഞാൻ ചേർക്കണില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് കായപ്പൊടി, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചവാസന ഒന്ന് പോയി കിട്ടണ വരെ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ്സോളം അധികം പുളിയില്ലാത്ത മോര് ചേർക്കുകയാണ്. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണ്ട അതിനനുസരിച്ച് ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഫ്ലെയിം വളരെ കുറച്ചിട്ടാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഒരുപാട് ഫ്ലെയിമോടുകൂടെ ഇത് വേവിച്ചെടുക്കരുത്. അതുമാത്രമല്ല ഇത് ഒരുപാട് തിളച്ച് പൊങ്ങി വരരുത്. ചെറുതായിട്ട് ഇത് അതുപോലെ ഒന്ന് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ആ മോരൊക്കെ ഒന്ന് പിരിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്താ അറിയോ? നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ്. അപ്പോൾ ഏത് മെഴുക്കുവരട്ടിയും വേണമെങ്കിലും ചേരും കേട്ടോ. എന്നാലും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.